ഐഡിയ ഫേമസ് ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക് എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ബൾബ് വെച്ചിട്ടുള്ള ബ്രൂഡിങ്ങിനെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാരെന്നും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ വന്നേക്കുന്നത്. പലപ്പോഴും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചോദിക്കാറുണ്ട് ഈ ഒരു ബൾബ് വെച്ചിട്ട് ബ്രൂഡിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്നുള്ളത്. ഞാൻ ഏകദേശം 2 വർഷത്തോളമായി ഈ ഒരു ബൾബ് ഉപയോഗിച്ച് തന്നെയാണ് ബ്രൂഡിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫാമിലി ഇത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 3000-ന്റെ ഒരു ബാച്ചാണ്. ഈ ഒരു 3000-ന്റെ ഈ ഒരു ബാച്ചിൽ ഒറ്റൊരു റൗണ്ടിലാണ് ഇത്രയും കോഴിക്കുഞ്ഞുങ്ങളെ ബ്രൂഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് സാധ്യമാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബൾബിൻ്റെ പ്രത്യേകത തന്നെയാണ്. അതായത് മറ്റ് ബൾബുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിലുള്ള ബൾബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലോ ബ്രൂഡർ കെട്ടി ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ ഹാങ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് തടസ്സങ്ങളുണ്ടാവും. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഈ ഒരു ബൾബ് ഇങ്ങനെ ആ ഒരു വയറിൽ തന്നെയാണ് ഹാങ് ചെയ്ത് നിൽക്കുന്നത്. ഒരു ബൾബിൻ്റെ ചുവട്ടിൽ ഏകദേശം ഒരു 250 കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് ബ്രൂഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു പ്രകാശം നിങ്ങൾക്ക് കാണാം, ഒരു നിശ്ചിത ഏരിയയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു വൈദ്യുതി പാഴാക്കാതെ തന്നെ നമുക്ക് ആ ഒരു ചൂട് കൊടുക്കുക എന്നുള്ള ഒരു ആവശ്യം നിറവേറ്റപ്പെടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഹോൾഡർ വരുന്നത് ത്രെഡ് ടൈപ്പാണ്, അതോടൊപ്പം തന്നെ സെറാമിക്കാണ്. നമുക്ക് മറ്റ് ബൾബുകൾ ഉപയോഗിക്കുന്ന ഹോൾഡർ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അത് ലൂസ് കണക്ഷനും മുരുകി പോയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊന്നും ഈ ഒരു ബ്രൂഡിങ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നില്ല. പിന്നെ ഒരുപാട് കാലം നമുക്ക് ഈട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ബ്രൂഡിങ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഉപകാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഇന്ത്യ മാർട്ടിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ